ഹിന്ദി സിനിമയിൽ പോയി അഭിനയിക്കണം, നമ്മുടെ സിനിമകൾ തന്നെ വികസിച്ച് വലിയ ലെവലിലാക്കിയിട്ട് അവിടെ പോയി കൊണ്ടുപോവുക, ഇതാണ് എൻ്റെ വിഷൻ. പിന്നെ നമുക്കങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് അവിടെ പോയി അഭിനയിക്കണം എന്നില്ല. സംതിങ് വിൽ ഹാപ്പൻ എന്ന് ഡെഫിനറ്റ് ആയിട്ട് അറിയാം. അതിൻ്റെ ഫോട്ടോ വരെ അഭിനയിച്ചിട്ടുണ്ട്. പൃഥ്വിരാജിനെ അങ്ങനെ കാണാൻ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം. എനിക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമകളെ കുറിച്ച് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. നമ്മുടെ ലൈഫിലുണ്ടായ പല കാര്യം തിരുത്താനൊന്നും മടിയൊന്നുമില്ല. ട്രേഡ് സീക്രട്ടാണ്, പറയുന്നില്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ചാക്കോച്ചൻ വേണ്ടെന്ന് പറയുന്ന സിനിമകൾ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ച നാളാണ്. വെൽക്കം ടു ഓൺലുക്കേഴ്സ് മീഡിയ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കഴിഞ്ഞ 10 വർഷമായിട്ട് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടനായിട്ടും ഇപ്പൊ പ്രൊഡ്യൂസറാണ്, പിന്നെ ആളൊരു ഗായകനാണ്, അങ്ങനെയൊക്കെ ഇപ്പൊ മലയാള സിനിമയിൽ നിൽക്കുന്ന ഉണ്ണി മുകുന്ദനാണ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു വെരി മച്ച്. എന്റെ ഇൻട്രോ കുറച്ച് വല്ലാണ്ട് നീണ്ടുപോയല്ലോ. താങ്ക് യു സോ മച്ച്. അപ്പോ 10 വർഷമായി ഇവിടെ ഇൻഡസ്ട്രിയിൽ. എങ്ങനെ തോന്നി ഈ 10 വർഷം കഴിയുമ്പോൾ കൂടുതൽ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഉണ്ണി മുകുന്ദനായ ഒരു ആക്ടർ എന്നുള്ള നിലയിലും അതുപോലെ ആസ് എ പേഴ്സൺ? ഞാനല്ല ഇതിനെക്കുറിച്ച് പറയേണ്ടത്, ബട്ട് ഐ തിങ്ക് 10 വർഷം സർവൈവ് ചെയ്ത് ഐ തിങ്ക് സിനിമകൾ ചെയ്തു വന്നപ്പോൾ ഐ ഫീൽ ദർ ഈസ് സം ഇംപ്രൂവ്മെൻറ്റ്. ഇനിയും ഉണ്ട്, സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എപ്പോഴും ഉണ്ടല്ലോ. ബട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? വ്യക്തിപരമായിട്ട് ഭയങ്കര മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നടൻ എന്ന നിലയിൽ ഐ തിങ്ക് ഓഫ് കോഴ്സ് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് പറയുകയാണെങ്കിൽ മേപ്പടിയാൻ ആൾക്കാർക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിനിമ ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ കുറേ പോസിറ്റീവായ പല കാര്യങ്ങളും കേട്ടു. സോ അതിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ബട്ട് വ്യക്തിപരമായിട്ട് ഭയങ്കര മാറ്റങ്ങളുണ്ടായിരുന്നു. ചേഞ്ചസ് ഇൻ ലോട്ട്. വ്യക്തിപരമായ മാറ്റങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു നേരത്തെ, ഇപ്പോഴും ഷോർട്ട് ടെമ്പേർഡാണ്. അതിന് വല്ല കാര്യമായ മാറ്റങ്ങൾ? അത് കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. എങ്ങനെ, എന്താ ചെയ്യാറ്? പെട്ടെന്ന് അത് കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. നമ്മൾ മമ്മൂക്കയുടെ ഒക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ് കേട്ടിട്ടുണ്ട്. അതുപോലെയാണോ പെട്ടെന്ന് ദേഷ്യം പ്രതികരിച്ചു പോകുന്നതാണ്? അത് അങ്ങനല്ല. ഐ മീൻ ഈ പ്രതികരണം കൺട്രോൾ ചെയ്തെന്നാണ്. ഷോർട്ട് ടെമ്പേർഡ് യു ഡോണ്ട് ചേഞ്ച് യുവർ ക്യാരക്ടർ മാറിയെന്നല്ല ഞാൻ പറയുന്നത്. നമുക്കത് നമ്മുടെ ബെനിഫിറ്റിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ പണ്ട് ഈ ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയുന്ന ഒരു മോശപ്പെട്ട ആട്രിബ്യൂട്ട് അല്ല. വൈ യു ആർ ഷോർട്ട് ടെമ്പേർഡ് എന്നാണ്. കാരണങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വ്യക്തമായ ന്യായങ്ങളുണ്ടായിരുന്നു എപ്പോഴും. ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് അങ്ങനെ ഉണ്ടായിരുന്നല്ല, മേ ബി ചിലർ തന്ന ഫീഡ്ബാക്ക് ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഐ ഫീൽ ദാറ്റ് ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി കൺട്രോൾഡാണ്. ഐ ഡോണ്ട് ഷോ ദാറ്റ് മച്ച്. മേ ബി കാര്യങ്ങൾ പറയുന്ന രീതി കുറച്ച് മാറ്റിക്കാണും. ബട്ട് അപ്പോൾ ഈ ആളുകളെ കാണുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ അഭിനയിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ചും ലോഹി സാർ അങ്ങനെ ഒരു മെന്ററിനെ താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ എനിക്കും അദ്ദേഹത്തിന് കാണാനൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ ഒരു കുട്ടിയുണ്ട് സാറിന്റെ ഉള്ളില്. അപ്പോൾ എനിക്കൊന്ന് വളരെ അടുത്ത് നിന്ന് അദ്ദേഹത്തിന് അറിയാൻ പറ്റിയ ഒരാളായിരിക്കും. അപ്പോൾ എന്ത് തരത്തില് ആൾക്കാരെ നോക്കി കാണണം എന്നാണ് സാറ് പറഞ്ഞു തന്നിട്ടുള്ളത്? സാറിനെ മീറ്റ് ചെയ്യാൻ പറ്റിയ വൺ തിങ്. എനിക്കങ്ങനെ ഏത് തരം ആൾക്കാരെ അല്ല, ഞാൻ ഈ ഗുജറാത്തിലായതുകൊണ്ട് പുള്ളി എന്നോട് പറഞ്ഞു ജസ്റ്റ് ടു നോ ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ രീതികൾ. അത് നീ ഒബ്സർവ് ചെയ്താലേ നിനക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് കൾച്ചറൽ ഡിഫറൻസ് ആണല്ലോ. നമ്മൾ മലയാളിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുറത്തായതുകൊണ്ട് ബോഡി ലാംഗ്വേജ് വേറെയാണ്, ആൾക്കാർ പറയുന്ന ജെസ്റ്റേഴ്സ് വേറെയാണ്. സോ അതൊക്കെ നീ മനസ്സിലാക്കണം. പിന്നെ പുള്ളിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമ്മളിൽ, എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്ന ഒരു കോൺഫിഡൻസ്. ഐ എം ഗ്ലാഡ് ദാറ്റ് ആ ഒരു കോൺഫിഡൻസിൽ നമ്മളായിട്ടത് കളഞ്ഞില്ല. അങ്ങനെ ഒരാളെ ഇപ്പോൾ സാറിന് ശേഷം അങ്ങനെ ഒരാളെ പിന്നീട് സിനിമയിലോ ജീവിതത്തിലോ ഒക്കെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഒരു മെന്റർ പിന്നീട് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, പിന്നീട് ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങിയിട്ടില്ല. അത് പല അനുഭവങ്ങളും പിന്നെ ഒന്നിലധികം ആൾക്കാരാണ് പിന്നെ അങ്ങനെ ഇൻസ്പയർ ചെയ്തേക്കുന്നത്. ലോഹി സാർ വിൽ ഓൾവേസ് ബി വെരി സ്പെഷ്യൽ. ബിക്കോസ് എനിക്ക് ആദ്യമായിട്ട് ഒരു സിനിമ സ്പേസിൽ നിൽക്കുന്ന ഒരാളുമായിട്ട് കിട്ടിയ ഒരു വളരെ പോസിറ്റീവായ ഫീഡ്ബാക്കാണ്. ഞാൻ സിനിമയിലേക്ക് എന്തെങ്കിലുമൊക്കെ ആവണം, അല്ലെങ്കിൽ സിനിമയിലേക്ക് കയറണം എന്നൊരു തോട്ട് ഉണ്ടല്ലോ, അതിന് വളരെ പോസിറ്റീവായിട്ട് പുഷ് ചെയ്തൊരു വ്യക്തിയാണ് ലോഹി സാർ. നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് മോശമാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ കരിയർ തന്നെ വേണ്ട, ശരിയാവില്ല എന്ന് തോന്നിപ്പോകും. അങ്ങനെ തോന്നിയിട്ടും ഉണ്ടായിരുന്നല്ലേ ആ തുടക്ക സമയത്ത്? ഇനി സിനിമ ഇപ്പോൾ സീസൺ വരുന്നതിന് മുമ്പ് അത് യൂഷ്വൽ ആണ്. ലൈക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പോലെ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഒബ്വിയസ്ലി വരുന്ന ചില തോന്നലാണ്. ബട്ട് ഇറ്റ് ഹാസ് നെവർ എഫക്റ്റഡ് മീൻ ദാറ്റ് വേണ്ട എന്നല്ല. ബിക്കോസ് വേണമെന്നൊരു ആഗ്രഹം ഈ വേണ്ട എന്നൊരു ഉണ്ടായ ഒരു ഇൻസിഡൻസിനേക്കാളും കൂടുതലായിരുന്നു. സോ പിന്നെ ആറ്റിറ്റ്യൂഡിൻ്റെയാണ്. എനിക്കങ്ങനെ നമുക്ക് പറ്റില്ല എന്നൊരാൾ പറയുമ്പോൾ അത് ചെയ്ത് കാണിക്കണമെന്ന് പണ്ടുണ്ടായിരുന്നു.
അതൊക്കെയാണ് ഈ ആൾക്കാർ ഷോർട്ട് ടെമ്പേർഡ് ആണെന്നോ അല്ലെങ്കിൽ ബിക്കോസ് നമുക്ക് അങ്ങനെ വലിയ ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മിസ്റ്റേക്സും എൻ്റെ എക്സ്പീരിയൻസസിലൂടെ ഉണ്ടായ മിസ്റ്റേക്സ് എൻ്റെ ലേണിങ്സായി മാറി. എന്ത് ചെയ്യേണ്ടെന്ന് ഞാൻ ചെയ്തതിന് ശേഷമാണ് പഠിച്ചത്. അത് ചെയ്ത പ്രശ്നമുള്ളി എന്ന് പറയുന്ന അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നില്ല. ഐ എം ഗ്ലാഡ് ദാറ്റ് അങ്ങനെ ആരുണ്ടായിരുന്നു. ഇപ്പോൾ അവകാശം പറയാൻ ആൾക്കാരില്ല. ഇപ്പോൾ ലോഹി സാർ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ണിയുടെ കരിയറിന്റെ ഒരു ഗ്രാഫ് കുറച്ച് വേറെ ആയിരുന്നെന്ന് തോന്നിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ക്വാളിറ്റി കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. പുള്ളിക്ക് ഒരു റോഹിദാസ് സാർ പോലെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ക്വാളിറ്റി ഇമ്പ്രൂവ് ആയത്. ബട്ട് ഇപ്പോൾ ഉണ്ടായ എന്താണെന്ന് വെച്ചാൽ ഐ ബിലീവ് വാട്ട് ഹാസ് ഹാപ്പൻ ഈസ് ഫോർ ദ ഗുഡ്. ഇപ്പോൾ എന്നിലൂടെ ഉണ്ടായ മാറ്റങ്ങളാണ്. എനിക്ക് സ്വയം ഒരു സെൽഫ് കറക്റ്റായിട്ട് ചെയ്യാനും പല കാര്യങ്ങളും ചെയ്യാനും. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതായത് 10 വർഷം മുന്നേ ഞാൻ നാട്ടിൽ വന്ന് ഇൻഡസ്ട്രിയിൽ 10 വർഷം നിൽക്കുന്നു, പിന്നെ എൻ്റെതായ ഒരു കമ്പനി ഉണ്ടാവുന്നു, ആൻഡ് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു കൂട്ടം ആൾക്കാരുണ്ടാവും, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. സി ദാറ്റ് ഈസ് നെവർ ബീൻ ഇൻ ലൈക്ക് വൈൽഡസ്റ്റ് ഓഫ് മൈ ഡ്രീം. പക്ഷേ എസ്പെഷ്യലി എനിക്കങ്ങനെ ഒരു കേരള സമൂഹത്തിലുള്ള ഒരു ആ മിസ്സിങ് ഉണ്ടായിരുന്നു. വെച്ചാൽ എനിക്കറിയില്ലായിരുന്നില്ല കുറേ കാര്യങ്ങൾ എന്താ നടക്കണമെന്ന് വലിയ പിടുത്തുണ്ടായിരുന്നില്ല. യു ഹാവ് കൾച്ചറലി സോ ഡിഫറെൻറ്റ്. അവിടുന്ന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയത് വലിയ കാര്യമാണ്. നൗ ഐ എം വെരി കോൺഫിഡൻറ്റ്. എന്ന് വെച്ചാൽ നമുക്ക് അറിയാം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. 2ാമത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തു, ഷഫീഖിൻ്റെ സന്തോഷം. അഗൈൻ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില സിനിമകളാണെന്ന് പറഞ്ഞ സിനിമകൾ ഹാൻഡ് പിക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതൊരു വാശി പുറത്ത് തന്നെയാണെന്ന് വിചാരിച്ചുള്ളൂ. ബട്ട് ഐ തിങ്ക് ആ വാശിയിൽ ഒരു രസമുണ്ടെന്ന്. ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച സംഭവങ്ങളാണ്. ഒരിക്കലും ഞാനൊരു ജോണർ സ്പെസിഫിക് സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ച ആളൊന്നുമല്ല. സോ എന്നെ സംബന്ധിച്ച് ഞാൻ എന്നെ ചെറുതായി കണ്ടിട്ടേ ഇല്ല. ഇത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരുപാട് സിനിമ ഇപ്പം ഞാനടക്കമുള്ള ആൾക്കാർ ഒരുപാട് സിനിമ സ്വപ്നം കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് സ്വപ്നം കണ്ട് സിനിമയിൽ വന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഉണ്ണിയുടെ ഒരു ഇതിനെ സംബന്ധിച്ച് പെട്ടെന്ന് ഉണ്ടായ ഞാൻ കുറെ ഇന്റർവ്യൂസ് കേട്ടിട്ടുണ്ട്. എനിക്കതിൽ നിന്ന് മനസ്സിലായത് അങ്ങനെ ഒരു സ്വപ്നം പണ്ട് തൊട്ടേ ഉള്ള ഒരാളായിരുന്നോ? ടീനേജിൽ പലരും പറയില്ല, ടീനേജിലാണ് എല്ലാവരും പറയാതെ കാണാൻ ഭംഗിയുണ്ട്, സിനിമയിൽ നോക്കിക്കൂടെ, അങ്ങനെ ഇത്തരം കമന്റ്സുകൾ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ലിറ്ററേച്ചറിനോട് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നീട് തിയേറ്റർ ചെയ്തതും. ആൻഡ് ഇവൻച്വലി ഐ ഫെൽറ്റ് ഞാൻ അതിന് മുന്നേ ഒരു 3 വർഷത്തെ എനിക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ ആ പ്രായത്തിൽ എല്ലാവരും പഠിക്കാനും ഇതൊക്കെ പോകുമ്പോൾ ഞാൻ ജോലിക്ക് പോയ ആളാണ്. സോ ഐ ഹാവ് എ വെരി ഗുഡ് കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഓഫ് വർക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായി 5 to 9 ജോബ് എനിക്ക് പറ്റിയ സംഭവമല്ല, അല്ലെങ്കിൽ 9 to 5 ജോബ്. 3-3.5 വർഷം അങ്ങനെ ചെയ്തപ്പോഴാണ് ഐ ഫെൽറ്റ് ലിറ്ററേച്ചറിനും ഇതും കുറച്ചും കൂടി എന്നിലെ ഐ തിങ്ക് സാറ്റിസ്ഫാക്ഷൻ സംഭവമാണല്ലോ. ഇപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണല്ലോ എന്ന് പറഞ്ഞാലും സിനിമയിൽ എത്തിയതിന് ശേഷം ഐ തിങ്ക് ഏകദേശം ഒരു വിക്രമാദിത്യൻ എന്ന സിനിമ ഒക്കെ ചെയ്തപ്പോഴാണ് ഞാൻ ഉറപ്പിച്ചത് സിനിമയിൽ അഭിനയമായിട്ട് മുന്നോട്ട് പോകണമെന്ന്. ഐ തിങ്ക് ലോങ് ടൈം ബാക്ക് തന്നെ എനിക്ക് ഡയറക്ഷൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. ഡെഫിനറ്റ് ആയിട്ട് കമ്മിങ് ഇയേഴ്സിൽ ഞാൻ പടം ഡയറക്റ്റ് ചെയ്യും. സോ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായ കാര്യമാണ് അഭിനയം. ഐ തിങ്ക് അങ്ങനെ. ഇപ്പോൾ ഈ 10 വർഷത്തിനിടയിൽ ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തേടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ മേപ്പടിയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ വിക്രമാദിത്യനുള്ള ക്യാരക്ടർ വന്നത് അത് കഴിഞ്ഞ ശേഷമാണ് സിനിമ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ ചുരുക്കം ചില നമ്മൾ എടുത്തു പറയുന്ന ക്യാരക്ടേഴ്സ് ഒഴിച്ചാൽ അത്രയധികം വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ വെർസറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ചാലഞ്ച് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ വന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ കുറച്ചും കൂടി ആവാമായിരുന്നു. ഹാൻഡ് പിക്ക് ഇത് പറയുന്ന വിജയിച്ച സിനിമകളുടെ പേരാണ്. എന്നെ സംബന്ധിച്ച് പരാജയപ്പെട്ട നല്ല സിനിമകളുണ്ട്, നല്ല കഥാപാത്രങ്ങളുണ്ട്. സോ ദ പ്രോബ്ലം ഇസ് ദാറ്റ്, അല്ലെങ്കിൽ പ്രോബ്ലം അല്ല, ദി ഡിസ്കോഴ്സ് എന്ന് വെച്ചാൽ വിജയിച്ച സിനിമകളെ കുറിച്ചാണ് എപ്പോഴും ചർച്ചകൾ ഉണ്ടാവുള്ളൂ. വളരെ അപൂർവമായിട്ടാണ് ഇപ്പോൾ കേൾട്ടൻ 10 എന്നെ സംബന്ധിച്ച് വലിയ നല്ല സിനിമയാണ്, പക്ഷെ അതൊരു അത്തരത്തിൽ അങ്ങനെ വിജയിച്ചിട്ടില്ല. ബോംബെ മാർച്ച് 12 ഇറ്റ്സ് എ ഗുഡ് ക്യാരക്ടറാണ്. ഐ തിങ്ക് ഒറീസ ഇസ് എ ഗുഡ് മൂവി. സോ ഐ ഡു ഹാവ് മൈ കൈൻഡ് ഓഫ് മൂവി. ആക്ഷൻ സിനിമകൾ ആരും ഡിസ്കസ് ചെയ്യുന്നില്ലെങ്കിലും ആക്ഷൻ ചെയ്താൽ മാത്രമേ ആക്ഷൻ സിനിമ ആവുള്ളൂ. സോ നല്ല രീതിയിൽ ആക്ഷൻ ചെയ്യാനും ഇതെല്ലാം ചാലഞ്ചിങ് ആണ്. ഇപ്പോൾ ഒരു റിയൽ ലൈഫിൽ ഒരാൾ റോപ്പ് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചാടുന്നില്ല. സോ ദാറ്റ് ഈസ് ക്വൈറ്റ് ചാലഞ്ചിങ്. ആൻഡ് മലയാളത്തിൽ എത്ര ആക്ഷൻ സിനിമകളാണ് ഈ കഴിഞ്ഞ 5 ഇയേഴ്സിൽ വന്നത്? നോ, ഐ മീൻ വെൻ ഐ സേ ആക്ഷൻ മീൻസ് ആക്ഷൻ ചെയ്യുന്ന സിനിമകൾ. സോ ഐ മീൻ എല്ലാം നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇന്ന ടൈപ്പ് ഓഫ് സിനിമകൾ ചെയ്താൽ ചാലഞ്ചിങ് സിനിമ, ഇന്ന ടൈപ്പ് ഓഫ് കഥാപാത്രം ചെയ്താൽ ചാലഞ്ചിങ് കഥാപാത്രം. അപ്പോൾ ഞാനങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാറില്ല. എന്നെ സംബന്ധിച്ച് എല്ലാം ചാലഞ്ചിങ് ആണ്. ഇതൊന്നും ഞാനല്ല, ഇതെല്ലാം ഫിക്ഷനാണ്. ആൻഡ് ഒരാൾ എഴുതിയ കഥയാണ്, കഥാപാത്രമാണ്. അതൊരു
നാച്ചുറൽ പടമാണോ അൺനാച്ചുറൽ പടമാണോ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആണോ ഒരു മാസ് മൂവിയാണെന്ന് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാറില്ല. എന്നെ സംബന്ധിച്ച് മാസ് മൂവി എന്ന് പറഞ്ഞാൽ കൂടുതൽ പേര് സിനിമ കണ്ടു കഴിഞ്ഞാൽ മാസ് മൂവി, കൂടുതൽ പേര് സിനിമ കണ്ടില്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാത്തൊരു മൂവി. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഐ ട്രൈ ടു കീപ്പ് ഇറ്റ് വെരി സിമ്പിൾ. എൻ്റെ ഹൈ എന്തെന്ന് വെച്ചാൽ എനിക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാനും നല്ല സിനിമകൾ ചെയ്യാനുള്ള ഒരു അവസരം. ഈ അഭിനയത്തെ നമ്മൾ അതിൽ വെച്ചുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ണി മുകുന്ദന്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനി വരുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയാ, എനിക്ക് ഇഷ്ടമുള്ള മൂവീസ് അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള ജോണേഴ്സ് ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇല്ല അങ്ങനെ ഒരു പ്രൊഡക്ഷൻ കമ്പനി വരുമ്പോൾ. അതോ അല്ല, രണ്ട് തരത്തിൽ വരാം. നമുക്ക് ഇഷ്ടമുള്ള സിനിമകളെ പ്രോത്സാഹിപ്പിക്കാൻ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടല്ലോ. അപ്പൊ ഏതാണ് കൂടുതൽ, അതിലേതാണ് കൂടുതൽ നിൽക്കുന്നത്? എനിക്കിഷ്ടമുള്ള സിനിമകൾ അല്ലെങ്കിൽ എൻ്റെ ഒരു ടാലന്റ് കുറച്ചും കൂടെ ഷോ ഓഫ് ചെയ്യാൻ പറ്റുന്ന തരം സിനിമകൾ എനിക്ക് ചെയ്യാമെന്നാണോ അതോ മറ്റുള്ള മൂവീസ്, ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്? ഓബ്വിയസ്ലി രണ്ടും. ദാറ്റ് ഈസ് ഫസ്റ്റ്. ഇപ്പോൾ മേപ്പടിയാൻ എനിക്ക് തോന്നുന്നില്ല ഒരു പുറമെയുള്ള പ്രൊഡക്ഷൻ കമ്പനി ഓഫർ ചെയ്യുന്നത്. ബിക്കോസ് വിഷ്ണു എൻ്റെ അടുത്ത് കഥ പറയാൻ വന്നപ്പോഴും 4 പേര് ഉണ്ണിയുടെ അടുത്ത് കഥ പറയേണ്ട, ബിക്കോസ് ഈ മേപ്പടിയാൻ എന്ന സിനിമയിൽ ഫൈറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത്. ബട്ട് വിഷ്ണു ഹാഡ് എ കോൺഫിഡൻസ് ദാറ്റ് എന്നെ പോലെ ഒരാൾ ചെയ്താലാണ് നന്നാവുന്ന വിഷ്ണുയുടെ കോൺഫിഡൻസ്. അപ്പോൾ അഗെയിൻ കമ്മിങ് ടു ദ പോയിന്റ് ദാറ്റ് UMF-ലൂടെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ ഞാൻ ഡെഫിനറ്റായിട്ട് ചെയ്തിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു റൊമാൻറ്റിക് കോമഡി ജോണറിൽ പെടുന്ന ഷഫീഖിൻ്റെ സന്തോഷം വരുന്നത്. വിച്ച് ഞാനിതിന് മുന്നേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് തത്സമയം പെൺകുട്ടിയൊക്കെ ഒരു റൊമാൻറ്റിക് കോമഡി പെടുന്ന ടൈപ്പ് ഓഫ് സിനിമകളായിരുന്നു. ഓഫ് ലൈറ്റ് ഞാൻ ചെയ്തില്ല എന്ന് വെച്ചാൽ അവസരങ്ങൾ കിട്ടാഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ ഈ നമ്മുടെ ഫിസിക്കാലിറ്റി കണ്ടിട്ട് ചിലപ്പോൾ ചില ടൈപ്പ് ഓഫ് സിനിമ വരും. അപ്പോൾ UMF-ൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമകളും ചിലപ്പോൾ എല്ലാ സിനിമയും എനിക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഐ വിൽ ഹയർ ഡിഫറെൻറ്റ് ആക്ടർ, അല്ലെങ്കിൽ ഒരു പുതിയ ആക്ടറിനെ കൊണ്ടുവരും. സോ ഓൾ ഓഫ് ദാറ്റ് വിൽ ഹാപ്പൻ. ഇപ്പോൾ UMF നമ്മുടെ കമ്പനി ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ തോന്നിയ സമയത്തിൽ ഒരു കമ്പനിയുടെ സിസ്റ്റം സെറ്റ് ചെയ്യണമല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ട്രയൽ ആൻഡ് എററാണ്. അപ്പോൾ ഈ ട്രയൽ ആൻഡ് എറർ നമ്മൾ പരീക്ഷിച്ച് പുതിയതായിട്ട് ഒരു ജനുവലി ഒരു ആക്ടർ അല്ലെങ്കിൽ വേറൊരാൾ വരുമ്പോൾ വി ഹാവ് സിസ്റ്റംസ് എഴുതി. ഇപ്പോൾ എൻ്റെ കമ്പനി വർക്ക് ചെയ്യുന്ന ഒരു സ്പെസിഫിക് സിസ്റ്റത്തിലാണ്. ഇന്ന ടൈമിൽ ഇന്ന രീതിയിൽ ഒരു ടൈം സോണൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് ഒന്ന് കൊണ്ടുവരാൻ നമുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ തന്നെ അത് ഫോളോ ചെയ്യുമ്പോൾ എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അത് ശീലമാവും. 2-3 പടങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ ഫിലിംസിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഫോളോ ചെയ്യണം എന്നൊരു ഡിസ്കോഴ്സ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടും നമ്മൾ ചിലതും ചെയ്യുന്നുണ്ട്. പക്ഷേ റൈറ്റ് നൗ ഐ തിങ്ക് ഞാൻ ഈ നമ്മുടെ കമ്പനിയുടെ ഒരു രീതികളും ഒക്കെ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ചില സിനിമകളുണ്ട്. അത് ഞാൻ പ്രയോറിറ്റി കൊടുത്തേക്കണേ. വിഷ്ണു മോനിസറിൽ ന്യൂ കമ്മർ, അനൂപ് പന്തളം ഒരു ന്യൂ കമ്മർ ഡയറക്ടറാണ്. അപ്പം ഞാനൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ ഭയങ്കര ആൾക്കാരെ വെച്ചിട്ടല്ല സിനിമ ചെയ്യുന്നത്. ഐ തിങ്ക് ജെനുവിൻലി പാഷനേറ്റായ സിനിമയെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെയാണ് മുൻഗണന. എത്രയോ പുതിയ ആക്ടേഴ്സ് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നത്, എത്രയോ സിനിമയിൽ അങ്ങനെ അവസരം കിട്ടാത്ത ആൾക്കാർക്കും ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ പോസിബിൾ ബെസ്റ്റ് എന്താണ് അത് നടക്കുന്നുണ്ട്. ടുമോറോ വിൽ ഓൾ ഹാപ്പൻ. വി വിൽ ഡെഫിനറ്റ്ലി ഹയർ മേ ബി എ സൂപ്പർ സ്റ്റാർ കമ്മിങ് ആൻഡ് ഡു എ ഫിലിം, അല്ലെങ്കിൽ ഒരു ടോട്ടലി ന്യൂ കമറിനെ വെച്ച് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ബിക്കോസ് എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു മിറാക്കിൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു വൈശാഖ് എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് ഡയറക്ടറിന് പെട്ടെന്ന് തോന്നി എന്നാൽ അവനൊരു ഉണ്ണി മുകുന്ദനെ വെച്ച് പടം ചെയ്യാൻ വെച്ചപ്പോൾ മല്ലു സിംഗ് സംഭവിച്ചു. സോ അന്ന് ഇറ്റ് വാസ് ഓൾ മാജിക് ഫോർ മീ. അപ്പോൾ അതിൻ്റെ ഒരു ഹൈ എന്താണെന്ന് വേറൊരാൾക്കും മനസ്സിലാവണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അത് നമ്മുടെ കമ്പനിയിലൂടെയൊക്കെ നടക്കും. ഇപ്പൊ എല്ലാം അങ്ങനെ ഒരു ആണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഈ അടുത്ത് അങ്ങനെ ഒരു വളരെ അടുത്തുള്ള 2 എക്സ്പീരിയൻസ് പറയണം കേട്ടോ. ഇത് വേണ്ട, അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഇത് വേണ്ട എന്ന് തോന്നിയ സബ്ജക്റ്റ് അല്ല, സിനിമയെ കുറിച്ച് എന്തും ആവാം, അഭിനയത്തിലാവാം, അല്ലെങ്കിൽ സിനിമ പ്രൊഡക്ഷൻ സൈഡ് ആവാം, എന്തും ആവാം. അപ്പോൾ ഇതിനി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് തോന്നിയ 2 കാര്യങ്ങൾ പറയും. എനിക്കറിയില്ല, അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല, അറിയില്ല. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ആകുമ്പോൾ നമുക്ക് നമ്മുടെ സിനിമ, നമ്മുടെ പ്രൊഡക്ഷനിൽ അത്യാവശ്യം നല്ല കൺട്രോൾ ഉണ്ട്. നമ്മളാണ് അതിൻ്റെ എല്ലാം. അപ്പോൾ എന്തൊക്കെയാണ് ഒരു നടൻ എന്നുള്ള നിലയിലെ സെറ്റിലേക്ക് പോകുമ്പോഴും ഒരു നടനും പ്രൊഡ്യൂസറും കൂടി ആയിട്ട് പോകുമ്പോഴും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? ഞാനൊരു പവർ കൺട്രോൾ ഫ്രീക്കാണ്. അത് വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ലൈക്ക് എൻ്റെ സിനിമയുടെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ചില ഡിസിപ്ലിനറി സംഭവങ്ങൾ കൊണ്ടുപോകാനും ചില രീതികൾ സെറ്റ് ചെയ്യാനും ഒരു സാധാരണ ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ റൂൾസ് ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ ഇങ്ങനെ. അത് സിനിമയ്ക്ക് അങ്ങനെ ഇല്ല. മലയാളത്തിൽ ഉണ്ട് ടൈം ടു ടൈം വർക്ക് ചെയ്യുന്നത്, പക്ഷേ അഗെയിൻ ഒരു സെറ്റ് ടു സെറ്റ് അങ്ങനെ പാറ്റേൺ ഒന്നുമില്ല. ഞാനത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്.
ആൻഡ് എൻ്റെ പെരുമാറ്റത്തിലും അങ്ങനെയൊന്നും മാറ്റൊന്നുമില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്തവർ മോർ ഫ്രണ്ട്ലി. ഐ മീൻ ആക്ച്വലി എൻ്റെ 2 സിനിമകളിലെ ലൊക്കേഷനിൽ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ വി ആർ വെരി ഫ്രീ എന്ന രീതിയിലാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ക്രിയേറ്റീവ് അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യാനാണ് ഞാൻ നോക്കാറ്. ബിക്കോസ് ഒരു ക്രിയേറ്റീവ് സ്പേസാണ് ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. ഫോർമാലിറ്റിയാണ് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത്. പ്രീ പ്രൊഡക്ഷനിലാണ് കുറച്ചും കൂടി ഡിസിപ്ലിൻ വേണ്ടത്. ഷൂട്ടിംഗ് സമയത്ത് യു ഷുഡ് ബി ഫ്രീ. ഞാനൊരു ആക്ടറായിട്ട് തന്നെയാണ് അവിടെ നിൽക്കാറ്. അതിൽ ബിക്കോസ് ജോബ്സ് അസൈൻ ചെയ്തിട്ട് കുറേ ആൾക്കാർക്ക് കൊടുത്ത് ഞാൻ അതിന് പിന്മാറുക ചെയ്യാം. അത് ബാധിക്കാറുണ്ടോ ഈ ഒരു പ്രൊഡ്യൂസറിന്റെ ടെൻഷനോട് വരുമ്പോൾ? നമ്മൾ ഈ ആക്ടർ എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മളൊരു റോളിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഇല്ല. ഐ തിങ്ക് നമ്മൾ ഒരു പാറ്റേണിൽ സെറ്റ് ആവാൻ പാടില്ല. ഇപ്പോൾ ആക്ടറാണ്, നാളെ ഡയറക്ടറാവും, പ്രൊഡ്യൂസറാവും, പലതും ചെയ്യും, ഒന്നിലധികം സിനിമകൾ. സോ വൈ ലിമിറ്റ് നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മൾ എന്തിനാണ് കട്ട് ഓഫ് ചെയ്യുന്നത്? എനിക്ക് ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചെയ്യാം. എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നലുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക. ബട്ട് ഐ ഹാവ് നെവർ ലിമിറ്റ് മൈസെൽഫ്. എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇനിയും വരട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. എന്ന് വെച്ചാൽ പ്രായത്തിൻ്റെയാണ്. ഈ ഏജിൽ ഐ തിങ്ക് ഐ ക്യാൻ ഹാൻഡിൽ സക്സസ് ആൻഡ് ഫെയിലിയർ ഈക്വലി. ഐ തിങ്ക് ഐ ക്യാൻ ഹാൻഡിൽ ഫെയിലിയർ മച്ച് മോർ വെൽ. ചിലപ്പോൾ സക്സസ് ആയിരിക്കും, ഈ ചെറുപ്രായത്തിൽ സക്സസ് ഹാൻഡിൽ ചെയ്യാനാണ് പാട്. ഫെയിലിയർ യു ക്യാൻ ലേൺ എ ലോട്ട് ഓഫ് തിങ്. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. ഒരു 45 വയസ്സിൽ ഫെയിൽ ആണെങ്കിൽ നല്ലതാണ് 30 ഫെയിലായി തിരിച്ചു വരിക. ഏജിന്റെ കാര്യം പറയുമ്പോ ഒരു 16-17 വയസ്സിൽ സ്വപ്നം കണ്ട എല്ലാ കാര്യങ്ങളും നേടിയെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ പിന്നീട് ഞാൻ കേട്ടിട്ടുള്ളത് 45 വയസ്സിന് ശേഷം ഉള്ള ഹെൽത്തിനെ കുറിച്ചും അതിനുശേഷമുള്ള ലൈഫിനെ കുറിച്ചൊക്കെ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പൊ മേപ്പടിയാനിന് വേണ്ടി അത്യാവശ്യം വെയിറ്റ് ഗെയിൻ ചെയ്തു. അതിന് പിന്നെ അത് വെയിറ്റ് ലോസ് ചെയ്യാനായിരുന്നു നടുവേദന വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയും ഇങ്ങനത്തെ ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോ ഈ ഹെൽത്ത് വെച്ചിട്ട് റിസ്ക് എടുക്കാൻ അത്ര ധൈര്യമുണ്ടോ? ധൈര്യത്തിന്റെ അല്ല, ഇസ് ഇറ്റ് വർത്ത് ഇറ്റ് എന്ന് ഞാൻ ആലോചിക്കും. ഐ മീൻ എന്നെ സംബന്ധിച്ച് മേപ്പടിയൻ വാസ് ലൈക്ക് എ മേക്ക് ഓർ ബ്രേക്ക് മൂവി. ആൻഡ് അതിനുവേണ്ടി എന്തും ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നേ എനിക്കത്. ഇനി വരുന്ന സിനിമയിൽ ഇസ് ഇറ്റ് വർത്ത് ഇറ്റ് എന്നൊരു സംഭവമുണ്ട്. ഞാൻ എപ്പോഴും എന്നോട് ചോദിക്കാറ് ഇങ്ങനെ വെയിറ്റ് കുറയ്ക്കുന്നത് എന്തിനാണ് ഞാൻ ചോദിക്കും, വൈ. അപ്പോൾ വിഷ്ണുവിടെ അടുത്ത് ഞാൻ ഈ മേപ്പടിയൻ്റെ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാമാങ്കത്തിൽ ഭയങ്കര ബിൽഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു. വിഷ്ണു എന്ന് പറഞ്ഞ് കുളവയറൊക്കെ വേണം, അവർ എന്തിന്. അപ്പോൾ ആ എന്തിന് എന്ന ചോദ്യത്തിന് വളരെ എനിക്ക് വളരെ സത്യസന്ധമായ ഒരു റീസൺ കിട്ടി. അതിൻ്റെ ഫസ്റ്റ് പോസ്റ്ററാണ് പിന്നെ നമ്മളത് സിനിമയിൽ കാണിച്ചത്. ചെറിയൊരു ഷോട്ടാണ്. ഞാൻ പറഞ്ഞു കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് ഇവൻ കുളിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്താ. അപ്പോൾ അല്ലേ അങ്ങനെ കുളിക്കുമ്പോൾ ഉണ്ണിമൂന്നിൻ്റെ ഒരു ബോഡി വെള്ളം വീഴും, ഇമോഷൻ മാറിപ്പോകും. എനിക്ക് ജെനുവിന് ശരിയായി തോന്നി. ഓ കറക്റ്റാണുള്ളത്. ഒറ്റ ഷോട്ടിന് വേണ്ടി വെച്ചതല്ല. അതർവൈസ് ജയകൃഷ്ണൻ്റെ തടിയെക്കുറിച്ചൊന്നും എവിടെയും സ്ക്രിപ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ബട്ട് ഐ ജസ്റ്റ് ഫെൽറ്റ് ദാറ്റ് അതൊരു ടെക്സ്ചർ ആഡ് ചെയ്തു ആ ക്യാരക്ടറിൻ്റെ. മേ ബി ആ ബോഡി ലാംഗ്വേജ് മാറി, ഒരു ലുക്ക് മാറി, മുടിയൊന്ന് നീട്ടി വളർത്തി വെച്ചപ്പോൾ. സോ നമ്മളെല്ലാം എന്താ പറയുക അറ്റംപ്റ്റ് നടത്തി. മേപ്പടിയാൻ എൻ്റെ മറ്റ് സിനിമകളിൽ നിന്ന് ഏറ്റവും മാറി നിൽക്കുകയാണ്. സോ എനിക്ക് അപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ എന്നെ ചലഞ്ച് ചെയ്ത് എനിക്ക് എക്സ്ട്രീം വരെ പോകാൻ പറ്റുന്നു. എക്സ്ട്രീം എന്താണ് ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ വരും, ഓക്കെ ഉണ്ണി ഇതിൽ ഭയങ്കരമായിട്ട് പോകണമെന്ന് വെച്ചാൽ. ബട്ട് ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് എൻ്റെ ഹെൽത്തിനെ അങ്ങനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ലത്. ഇത് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സിനിമയ്ക്ക് എൻ്റെതായ വാല്യൂ ഉണ്ട്. സോ ഐ ഡു എ ലോട്ട് ഓഫ് ആക്ഷൻ. ഞാൻ ഡ്യൂപ്പ് ഉപയോഗിക്കാറില്ല. അപ്പോൾ 8 തവണ എൻ്റെ കാലിൽ കൊടുക്കിയിട്ടുണ്ട്, ആരും അറിഞ്ഞിട്ടില്ല. ഐ ഡോണ്ട് കംപ്ലൈൻ. ദ ഫാക്ട് ഇസ് ദാറ്റ് പാർട്ട് ഓഫ് ദ ഗെയിമാണ്. അത് അങ്ങനെയാണ്, ചെയ്യേണ്ടതാണെന്ന് പറയുമ്പോൾ അപ്പോൾ അതിലൊരു രസമുണ്ട്. നമ്മൾ റിയൽ ലൈഫിൽ ചെയ്യാത്ത പല കാര്യങ്ങളും സിനിമയിലൂടെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പൂർണ്ണ ബോധ്യത്തോടെയാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നത് തന്നെ. ആൻഡ് വെൻ ഐ എം ഗെറ്റിംഗ് എൻ ഓപ്പർച്യൂണിറ്റി പിന്നെ അതിനെക്കുറിച്ച് ക്രിപ്പ് ചെയ്തിട്ട് കാര്യമില്ല. അതിങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ ആക്ടറിന്റെ ഏറ്റവും വലിയ ടൂളാണല്ലോ ബോഡി എന്ന് പറയുന്നത്, എങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഹിന്ദി സിനിമ ഭാവിയിൽ ഹിന്ദിയിൽ മൂവീസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. അവിടുത്തെ ആക്ടേഴ്സിന്റെ ഒരു ഫിസിക്കിനെ കുറിച്ചൊക്കെ കൂടുതൽ പറയുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്ത് തരം ഇപ്പോൾ ഇവിടെ ഉണ്ണി മുകുന്ദൻ എന്നുള്ള ഒരു സ്റ്റാറും അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്ത് തരം ക്യാരക്ടേഴ്സാണ് അവിടെ ചെയ്യാൻ പ്രതീക്ഷിക്കുന്നത്? ഐ തിങ്ക് മോർ അവിടുത്തെ റീജിയണൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കുറച്ച് പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ സൗത്ത് ഇന്ത്യൻ ആക്ടർ എന്ന് പറയുമ്പോൾ അവർ എപ്പോഴും നോൺ ഹിന്ദി സ്പീക്കിംഗ് ക്യാരക്ടേഴ്സാണ് വരിക. അങ്ങനെ എന്തെങ്കിലും ലിമിറ്റേഷൻസ് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ വരാതെ ഒരു കുറച്ചും കൂടി അവിടുത്തെ ഒരു കൾച്ചറൽ സെറ്റാവുന്ന ഒരു ആക്ടറായിട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. മിക്ക റോൾസ് വന്നതും അങ്ങനെ തന്നെയാണ്. ഈ നോൺ ഹിന്ദി സ്പീക്കിംഗ് ക്യാരക്ടേഴ്സ് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് പിന്നെ നമുക്കങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് അവിടെ പോയി അഭിനയിക്കണം എന്നില്ല. സംതിങ് വിൽ ഹാപ്പൻ എന്ന് ഡെഫിനറ്റ് ആയിട്ട് അറിയാം.
പിന്നെ ഇപ്പോ സത്യം പറഞ്ഞാൽ ഹിന്ദി സിനിമയിൽ പോയി അഭിനയിക്കണം, നമ്മുടെ സിനിമകൾ തന്നെ വികസിച്ച് വലിയ ലെവലിലാക്കിയിട്ട് അവിടെ പോയി കൊണ്ടുപോവുക, ഇതാണ് എൻ്റെ വിഷൻ. ആൻഡ് ഫോർ ദാറ്റ് ഉണ്ണിമുന്തൻ ഫിലിംസ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരിക്കും. ബിക്കോസ് ചില തീരുമാനങ്ങൾ എടുക്കാൻ ഇറ്റ് ഹെൽപ്പ് മീ. അപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും ഈ പാൻ ഇന്ത്യ ഹിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ മലയാളത്തിൽ നിന്ന് മാത്രമാണ് ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഇതുവരെ വരാത്തത്. ഐ തിങ്ക് ആ സ്കെയിലിൽ വന്നിട്ടുണ്ടാവും, പക്ഷെ ആ സ്കെയിലിൽ റിലീസ് മാത്രമല്ല എല്ലാവരും ആ ഇൻഡസ്ട്രി. ഇപ്പോൾ കന്നഡയിൽ KGF വന്നു, KGF ഇവിടെ റിലീസായപ്പോൾ നമുക്ക് വിഷുവിന് മലയാള സിനിമകൾ ഉണ്ടായിരുന്നില്ല. സോ സീ ദ ഇമ്പാക്ട്. അപ്പോൾ ആ സ്പേസിൽ നമ്മുടെ സിനിമകളും ഇപ്പോൾ ഒരു തെലുങ്കിലോ അല്ലെങ്കിൽ കന്നഡയിൽ റിലീസാകുമ്പോൾ 2 ദിവസം അവിടെയും ഇത്തിരി മറ്റു സിനിമകൾ വരാതിരിക്കുന്ന അങ്ങനത്തെ ചില ആഗ്രഹങ്ങൾ എനിക്കുണ്ട്. ഇപ്പോ പാൻ ഇന്ത്യൻ ആ ഒരു അങ്ങനെ ഒരു യൂസേജിനെ കുറിച്ച് തന്നെ ഇപ്പൊ വളരെയധികം ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിനിമകൾ അതൊരു മലയാളം സിനിമ എന്നുള്ള നിലയിൽ, കാരണം നമ്മൾ ബോളിവുഡ് സിനിമകളെ നമ്മൾ അങ്ങനെ പറയാറില്ല. അപ്പൊ നമ്മുടെ സിനിമ അത് അങ്ങനെ തന്നെ അറിയപ്പെടട്ടെ എന്നായിരിക്കണം എനിക്ക് തോന്നുന്നു. ഉണ്ണി അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. മലയാള സിനിമ തന്നെ, പക്ഷെ കൂടുതൽ പേര് അത് എൻജോയ് ചെയ്താൽ എന്താ തെറ്റെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എൻജോയ് ചെയ്യുന്നില്ല, ഒരു പാൻ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സിനിമകളെ മാത്രം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ നമ്മൾ ഇവിടുന്ന് വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് അങ്ങനെ ഒരു ടേം പാൻ ഇന്ത്യ എന്ന് പറയുന്നത് ലോജിക്കലാണെന്ന് വെച്ചാൽ ബിക്കോസ് ഒരു റീജിയണൽ സിനിമകളാണല്ലോ നമ്മുടെ. അപ്പം അത് മറ്റു ഭാഷയിൽ നിൽക്കുന്ന ആൾക്കാർ എൻജോയ് ചെയ്യുമ്പോൾ ഇപ്പം മലയാളം തമിഴൊക്കെ എത്ര പേരാണ് യൂസ് ടു ഡബ് ഇറ്റ്. അപ്പോൾ കുറച്ചും കൂടി വൈഡർ സ്കെയിലിൽ സിനിമകൾ പോകാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആ ഒരു വേർഡ് കോൺ ചെയ്തൊന്നേ ഉള്ളതല്ല. അത് അതിനൊരു ഡെറോഗേറ്ററി മീനിങ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മലയാള സിനിമകൾ തന്നെയാണ്, പക്ഷെ അത് ഹിന്ദിയിലും വിജയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹിന്ദി ഓഡിയൻസും കാണുന്നുണ്ട്. ഞാനൊരു തിയറിറ്റിക്കൽ ലെവലിൽ നോട്ട് ജസ്റ്റ് ഓൺ ഡിജിറ്റൽ സ്പേസ്. ഇപ്പോൾ KGF കന്നഡ സിനിമ തന്നെയാണ്, പക്ഷെ അവർ മലയാളത്തിൽ ഡബ് ചെയ്ത് ആക്കി. അതേപോലെ തന്നെ നമ്മുടെ സിനിമകൾ അവിടെ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരിക്കണം, എല്ലാത്തരം സിനിമകൾ വരണം എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ തെലുങ്ക് മൂവീസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ ഒരുപാട് നല്ല അവസരങ്ങൾ താങ്കൾക്ക് വന്നിട്ടുണ്ട്. ഇപ്പോ ഏതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യശോദ എന്നാണ്, അതിൽ സമാന്തയോടൊപ്പം വർക്ക് ചെയ്യുന്നത്. ഐ തിങ്ക് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയൊരു തീമാണ്. അപ്പോൾ നല്ലൊരു ടീം കൂടിയാണ്. അപ്പോൾ അവരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റില്ല, വലിയ സന്തോഷം. ഷീ ഈസ് ഡൂയിങ് റിയലി വെൽ. അപ്പോൾ തെലുങ്ക് ഇൻഡസ്ട്രി താങ്കളുടെ നടനെ കുറച്ചും കൂടി നന്നായിട്ട് യൂസ് ചെയ്യുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അവിടുന്ന് കുറച്ചും കൂടി ഇപ്പം അനുഷ്കൊപ്പം ചെയ്യുന്നു, ഇപ്പം സാമന്തയ്ക്കൊപ്പം ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് കുറച്ചും കൂടി ഇപ്പോൾ ഡെസിഗ്നേഷൻ നോക്കിയിട്ടാണോ ക്വാളിറ്റി ഓഫ് വർക്ക് നോക്കുന്നത്? അങ്ങനെയല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും സോ ഐ വിൽ ടെൽ യു ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്. എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടഡ് ഗുഡ്സിനോട് താല്പര്യമുണ്ട്. നമ്മളവിടെ ഇപ്പോൾ പുറത്തുനിന്ന് എന്ത് വന്നാലും ഓക്കെ. ഹാവിങ് സെഡ് ദാറ്റ് എനിക്ക് നല്ല റോൾസ് കിട്ടുന്നുണ്ട്. ഞാനും ഭയങ്കര ചൂസി ആയിട്ട് ഇടയ്ക്ക് ഒരു പടം ചെയ്യാമെന്നുണ്ട്. ബിക്കോസ് നമ്മുടേതായ സിനിമകൾ വരുമ്പോൾ നമുക്കൊരു ബിസിനസ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. മലയാളത്തിലും എനിക്ക് മോശം സിനിമകൾ കിട്ടിയ എന്നൊന്നും എനിക്ക് പരാതിയൊന്നുമില്ല. പിന്നെ ഓഡിയൻസിൻ്റെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ എക്സ്പെക്ടേഷൻ കൂടുതലായിരിക്കും, വിച്ച് ഇസ് ഗുഡ്. ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരുന്നു. ഐ ഫീൽ ദാറ്റ് ഉണ്ണിക്ക് ഇതും ചെയ്യാൻ പറ്റും അതും ചെയ്യാൻ പറ്റും. ചില സിനിമകൾ റിലീസാകുമ്പോൾ ഉണ്ണി ചെയ്ത് നന്നായനെ എന്ന് പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. വിച്ച് ഈസ് എ കോംപ്ലിമെൻറ്റ്. അത് ആ പ്രഷറിലാണ് ഞാൻ നിൽക്കുന്നത്. വിച്ച് ദാറ്റ് ഈസ് ഓക്കെ. ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, അടുത്തത് എന്ത് ചെയ്യണം, അടുത്തത് എന്ത് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ റൊമാൻറ്റിക് കോമഡി പോലത്തെ സിനിമകൾ ഞാൻ അധികം ചെയ്യാറില്ല. സോ ലെറ്റ് us ഡു വൺ തിങ്. അപ്പോൾ അത് അങ്ങനെ റിസ്കി സ്പേസ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഐ എം ഡൂയിങ് ഇറ്റ് എൻ്റെ കമ്പനിയിലൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കും ടെൻഷനില്ല. ഇനി ഒരു സേഫ് സോൺ, സോ കോൾഡ് ആക്ഷൻ സിനിമകളാണ് ഉണ്ണിയുടെ സേഫ് സോൺ എങ്കിൽ വരട്ടെ, ആക്ഷൻ സിനിമകൾ വരുമല്ലോ. ഇപ്പോൾ കുറേ പേര് ആക്ഷൻ ചെയ്യുന്നുണ്ട്, ലെറ്റ് ദം ഡു ഇറ്റ്. എനിക്ക് പ്രൂവ് ചെയ്യാൻ വേറൊരു സ്പേസാണ് ഞാൻ നിൽക്കുന്നത്. സോ അത് അങ്ങനെ. അപ്പോൾ എനിക്ക് ഇന്ന കാറ്റഗറിയിൽ ചെയ്താൽ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഡ്രോപ്പോ അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ കയറിയപ്പോൾ ഒരു ആക്ഷൻ ഹീറോ പോയിട്ട് എനിക്ക് എൻ്റെ ഫസ്റ്റ് സിനിമയിൽ ഷാജഹാൻ, ഐ മീൻ ഒരു പേടി തോന്നലായിരുന്നു. സെക്കൻഡ് ആൻഡ് തേർഡ് മൂവീസിൽ ഹീറോയിൻ ഓറിയൻറ്റഡ് സിനിമയായിരുന്നു. അപ്പോൾ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ചാക്കോച്ചൻ വേണ്ടെന്ന് പറയുന്ന സിനിമകളോ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചു വന്ന ആളാണ്. എനിക്ക് അങ്ങനെ ഒരു എന്നോട് എല്ലാവരും പറഞ്ഞ രസമാണെന്നല്ല ശരിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാ അപ്പോൾ ഒരു ചോക്ലേറ്റ് ഹീറോ ഒക്കെ. പക്ഷെ അപ്പൊ പോലും ഒരു ചോക്ലേറ്റ് ഹീറോ എത്ര നാളിപ്പോ ചാക്കോച്ചനൊക്കെ കളം മാറ്റി പിടിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഒരുപാട് ഞാൻ വന്നപ്പോ സമയത്ത് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ പുള്ളി ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇനി പുള്ളിക്ക് എല്ലാ റൊമാൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നൊക്കെ ആയിരുന്നു. ഈ ഇടയ്ക്ക് കയറി മല്ലു സിംഗ് വന്നു, ഹിറ്റാവുന്നു, പെട്ടെന്ന് ആൾക്കാർ ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് കാണുന്നു. സത്യം പറഞ്ഞാൽ 8-9 മാസം എനിക്ക് വേറെ പടമൊന്നും ഉണ്ടായിരുന്നില്ല.
പടം ഹിറ്റായിട്ടും. അപ്പോൾ ദാറ്റ്സ് ദ റിയാലിറ്റി. ഐ മീൻ ഞാൻ വടക്കേ സ്റ്റാൻഡിൽ, തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ ബസ്സിലാണ് വന്നിറങ്ങി. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസസ് വേറെയാണ്. സോ സിനിമ ഹിറ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. പുറമേ നിന്ന് കാണുമ്പോൾ ഉണ്ണിക്ക് അത് കിട്ടി ഇത് കിട്ടി പെട്ടെന്ന് ഇറ്റ് വാസ് എവറിഥിങ്, എവറി വൺ ഹാസ് ദിയർ ഓൺ തിങ്. അപ്പം എൻ്റെ കാഴ്ചപ്പാട് തന്നെ വേറെ ആയിരുന്നു. പെട്ടെന്ന് പിന്നെ എനിക്ക് കിട്ടുന്ന പിന്നെ ഒരു മല്ലു സിംഗിന് ഒന്ന് മാറി വരുമ്പോഴേക്കും മസ്ലലിനായി. അപ്പോൾ അഗെയിൻ പിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ജിമ്മിൽ പോകുന്നതും സിനിമയിൽ അഭിനയിക്കുന്നതും തമ്മിൽ എന്താ ബന്ധമെന്ന്. അങ്ങനെയാണെങ്കിൽ ഭയങ്കരമായിട്ട് ആഷ്പൂഷായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും നാടൻ വേഷം കൊടുക്കാൻ പാടില്ലല്ലോ. അതുണ്ടല്ലോ. അപ്പം ഞാൻ ജിമ്മിൽ പോകുന്നതിൻ്റെ പേരിലാണ് എനിക്ക് നാടൻ വേഷങ്ങൾ ചേരില്ല എന്ന് പലരും പറഞ്ഞത്. അതെൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. ദാറ്റ് ഈസ് ഐ വോണ്ട് ടു ലിവ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഞാൻ എപ്പോഴും അതിനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തത്. ഒരു പേഴ്സണൽ ചോയ്സിനെ സിനിമാറ്റിക് ലെവലിൽ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എത്രയോ ആൾക്കാർ ഇങ്ങനെ ഭയങ്കര ഗ്ലാമറായിട്ട് നടക്കുന്നത്, അവരെല്ലാവരും സാധാരണക്കാരായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മസിൽ ഉണ്ടായ പിന്നെ സാധാരണക്കാർക്കാണ് മസിലുള്ളത്. അത്യാവശ്യം പണിയെടുത്ത് കൂലിപ്പണിക്ക് പോകുന്ന ചേട്ടന്മാരുടെ കൈയും കാലം നോക്കിയാൽ മതി, മനസ്സിലാവും എന്താ വ്യത്യാസം എന്ന്. സോ സിനിമ ഹാസ് എ ഓൺ ഒരു അവരുടേതായ ഒരു ഡെഫിനേഷൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ സെറ്റായി നമ്മുടേതായ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ എനിക്ക് കുറച്ച് സമയം എടുത്തു എന്ന് പറയാം. ബട്ട് ഐ ആം ഡൂയിങ് എക്സലൻറ്റ് ആക്ച്വലി. എന്ന് വെച്ചാൽ മേപ്പടിയൻ എന്ന സിനിമ ഡിസ്കസ് ചെയ്തത് ഒരു സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളാണ്. അതിൽ ജയകൃഷ്ണനെ സിനിമ കണ്ടതിന് ശേഷം എല്ലാവരും പറയുന്നത് ഞാനാ ജയകൃഷ്ണൻ എന്നാണ്. മേപ്പടിയൻ എന്ന കോൺഫിഡൻസ് അല്ല, മേപ്പടിയൻ ചെയ്യാനുള്ള കോൺഫിഡൻസോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങളുണ്ടല്ലോ. ആൻഡ് ഐ ഹാവ് നെവർ ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ എന്നെ ഞാൻ ഒരിക്കലും താഴ്ത്തി കണ്ടിട്ടില്ല. നമ്മളെക്കുറിച്ച് പലരും പലതും പറയും. ഇപ്പോൾ അവനിത് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഐ ഓൾവേസ് ഫെൽറ്റ് എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലല്ലോ. അവസരങ്ങൾ വരിക, യു ഹാവ് ടു വെയിറ്റ് ഫോർ ഇറ്റ് ആൻഡ് ബി റെഡി ഫോർ ഇറ്റ്. പിന്നെ അവസരം വന്ന് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതിനൊക്കെ ഞാൻ മെൻ്റലി റെഡി ആയിരുന്നു. ഇപ്പോൾ ജെന്യുവൻലി സ്പീക്കിംഗ് എനിക്ക് അങ്ങനെ ഒരു കൺസേൺ ഒന്നുമില്ല. എനിക്ക് എൻ്റെതായ പ്ലാൻസ് ഉണ്ട്. അടുത്ത നെക്സ്റ്റ് 2 years എന്ത് ചെയ്യണം, 3rd year എന്തായിരിക്കും, അത് അങ്ങനെ തന്നെ വരും. ബിക്കോസ് എല്ലാവർക്കും ഒരു ടൈം ഉണ്ടല്ലോ, എല്ലാവരുടെ ലൈഫിലൊരു ടൈം ഉണ്ട്. ഐ എം നോ മോർ എ 25-year-old. ഈ സെപ്റ്റംബറിൽ ഐ എം ടേണിങ് 35. സോ അതിൻ്റെതായ ചില ഒരു മെച്യൂരിറ്റി ഡെഫിനറ്റ് ആയിട്ട് വരുമല്ലോ. ലൈഫ് ടീച്ചേഴ്സ് യു ലോട്ട് ഓഫ് തിങ്. ആ സ്പേസിൽ ഡൂയിങ് ഗുഡ്. യാ, ഇപ്പോൾ സിനിമ എടുക്കും, ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഹൗസും കൂടി ഓൺ ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, പലർക്കും സിനിമ പലതാണ്. ചിലർക്ക് എന്റർടൈൻമെന്റ് ആണ്, ചിലർക്ക് അവരുടെ രാഷ്ട്രീയം പറയുന്നതാണ്, സിനിമയിലൂടെ അവർക്ക് അവരുടെ കാഴ്ചപ്പാടുകളെ പറയുന്നതാണ്. ശരിക്കും ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് മൂവി, അല്ലെങ്കിൽ പ്യുവർ എന്റർടൈൻമെന്റ് ആണോ? സിനിമ എന്റർടൈൻമെന്റ് ആണ്, പിന്നെ നമുക്ക് അതിന്റെ മുകളിലൊന്നുമില്ല. പക്ഷേ പിന്നെ ത്രൂ സിനിമ നമുക്ക് പല കാര്യങ്ങളും ഇത്രയും വലിയൊരു സിനിമയുടെ ഗ്രോത്ത് നോക്കിയാൽ അറിയാം. ഇപ്പോൾ നമുക്ക് ചിന്തിക്കാത്ത രീതിയിലാണ് കളക്ഷൻ റിപ്പോർട്ട്സ് ഒക്കെ വരുന്നതും ആൻഡ് ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ റീച്ച് ഭീകരമാണ്. എസ്പെഷ്യലി ഡിജിറ്റൽ സ്പേസ് ഒക്കെ ഇത്ര ഓപ്പൺ ആയപ്പോൾ റീച്ച് ഭയങ്കരമാണ്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഒരു സാൻഡ്വിച്ച് ലെവലിൽ ഒരു ആശയം പങ്കുവയ്ക്കാം, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് വിടാം, യു ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ് ആക്ച്വലി. യു ഹാവ് ദാറ്റ് സ്പേസ്. എന്നെ സംബന്ധിച്ച് പ്രൈമറിലി സിനിമ ആൾക്കാർക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ബിക്കോസ് പൊളിറ്റിക്സ് അല്ലെ പറയാനോ നമുക്ക് വേറെ വേദികളുണ്ട്. പക്ഷെ സം പീപ്പിൾ ടേക്ക് ഇത് സ്വീകരിക്കാതിരിക്കാം. എന്നെ സംബന്ധിച്ച് എൻ്റർടൈൻമെൻറ്റിൻ്റെ മുകളിൽ സിനിമയ്ക്ക് വേറെ പ്രാധാന്യമൊന്നുമില്ല. ഇപ്പോൾ മല്ലു സിംഗ് സംഭവിച്ചത് ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം വൈശാഖ് സാറിന്റെ കൂടെ തന്നെ ഒരു മൂവി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്, ബ്രൂസ് ലീ. എന്താണ് അതിന്റെ വിശേഷങ്ങൾ? എന്റർടൈനറാണ് ഒരു ദാംദം സിനിമ. വൈശാഖ് ഏട്ടൻ ഡയറക്ട് ചെയ്യുന്നു, ഞാൻ അതിൽ അഭിനയിക്കും. എപ്പോഴാണ് അതിന്റെ കമ്മിങ് ഇയർ തന്നെയാണ്. ബിക്കോസ് ഞാൻ ഇതിന്റെ ആക്ച്വലി ഈ കൊറോണ ഇങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ എനിക്ക് തിയേറ്ററിക്കൽ റിലീസാണ്. ഞാൻ തിയേറ്ററിൽ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കൂടെ ഇതുമുണ്ട്. പുതിയ സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ സ്വീകരിക്കുകയാണ്. പക്ഷെ എന്തോ അപ്പോൾ ആ സമയത്ത് എനിക്ക് UMF കുറച്ചും കൂടി സിനിമകൾ ചെയ്തിട്ട് ഇത് ചെയ്യാമെന്നൊരു തീരുമാനം എടുത്തു. ആൻഡ് ഹി ഈസ് ഓൾസോ ബിസി വിത്ത് തിങ്. അപ്പോൾ കമ്മിങ് ഇയറിൽ കുറച്ചും കൂടി ഫുൾ ഫ്ലെജ് ആയിട്ട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ജയരാജ് സാറിന്റെ 2 സിനിമകൾ കംപ്ലീറ്റ് ചെയ്തു. ഐ തിങ്ക് ഈ അടുത്തായിട്ട് എൻ്റെ ഏറ്റവും ഫാന്റാസ്റ്റിക് വർക്കിംഗ് എക്സ്പീരിയൻസ് ജയരാജ് സാറിൻ്റെ. എനിക്കൊരു 5 വർഷം മുന്നേ പുള്ളിയുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ തിങ്സ് വുഡ് ഹാവ് ബീൻ വെരി ഡിഫറെൻറ്റ് അഗൈൻ. എനിക്ക് സിനിമയെക്കുറിച്ചും ഫിലിം മേക്കിങ്ങിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ അതൊക്കെ കുറേ ഉണ്ട്. ഈസ് വെരി ഗുഡ് ആക്ച്വലി. ആൻഡ് എനിക്കൊന്ന് ഇന്ത്യയിലെ ഏറ്റവും വൺ ഓഫ് ദി ടോപ്പ് വേഴ്സറ്റൈൽ 5 ഡയറക്ടേഴ്സിന്റെ പേര് പറയുകയാണെങ്കിൽ ജയരാജ് സാറേൽ ഉണ്ടാവും. ഏത് തരം മൂവിയാണ് ഇപ്പോൾ അദ്ദേഹത്തിനോട് 2 മൂവീസ് വർക്ക് ചെയ്തല്ലോ? ഏത് തരം
രണ്ട് നല്ല സിനിമകൾ എനിക്ക് തരം അല്ല എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഒരു ശരക്കര കൊണ്ട് തുലാഭാരം എന്ന് പറഞ്ഞൊരു ചെറുകഥയുണ്ട് മാധവിക്കുട്ടി അമ്മയുടെ. അപ്പോൾ അത് സിനിമ ആക്കിയിട്ടുണ്ട്. പിന്നെ മെഹഫിൽ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അപ്പോൾ അതും രണ്ട് ഡിഫറെൻ്റ് ആണ്. ഞാൻ ചെയ്യാത്തൊരു കഥാപാത്രം. ഒരു പടത്തിൽ ഒരു ഗുരുവായൂർ ബേസ്ഡ് ഒരു അപ്പുവേട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. വിച്ച് ഇസ് ഗുഡ്. ഐ വോണ്ട് ഇറ്റ് കം നാടൻ. പിന്നെ മെഹഫിൽ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഞാൻ ജയരാജ് സാറായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. യങ്ങർ സെൽഫ്. അതൊരു ബയോപിക് അങ്ങനെയൊന്നുമില്ല. ഒരു ജയരാജ് സാറിന്റെ ലൈഫിൽ ഉണ്ടായ ഒരു എപ്പിസോഡാണ്. അതിൽ പുള്ളിയുടെ ചെറുപ്പമായിട്ട് അഭിനയിച്ചതാണ്. എങ്ങനെയാണ് ഒരു കംപ്ലീറ്റ്ലി ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റ് ആണോ? ടോട്ടലി. എന്താണ് സാറിന്റെ മൂവിയിൽ ചെയ്തതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞത്? വർക്കിംഗ് എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. ഒരു ഭയങ്കര ഫ്രീഡം ഉണ്ട് ചെയ്യാൻ. പിന്നെ അങ്ങനെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഭയങ്കര ഫ്രണ്ട്ലി ആക്കും പുള്ളി. അപ്പോൾ ആക്ടർ കുറച്ച് റിലാക്സ്ഡ് ആണ്. നമ്മുടെ നെർവ്സ് ഒക്കെ യു ഫീൽ യു ആർ നോട്ട് ഓവർവെൽംഡ്. ബിക്കോസ് പുള്ളി നമ്മൾ ജയരാജ് സാർ എന്ന് പറയുമ്പോൾ പുള്ളി അത് എങ്ങനെയെങ്കിലൊക്കെ അത് കൺട്രോൾ ആക്കി ലെറ്റ്സ് ഡു എ ഗുഡ് മൂവി ആ ലെവലിലേക്ക് എത്തിക്കും. പിന്നെ നമ്മുടെ സജഷൻസ് ഒക്കെ എടുക്കാൻ ഓപ്പൺ ആണ്. ഹി നോസ്, ഹി ലിസൺസ്. ഭയങ്കര അങ്ങനത്തെ കുറേ സംഭവം. പ്രത്യേകിച്ച് അങ്ങനെ സിനിമയെ കുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇത് എന്നെ സംബന്ധിച്ച് വലിയ വലിയ കാര്യങ്ങളാണ്. നമുക്കൊരു സ്പേസ് തരിക. അതായത് ആൻ ആക്ടർ ടു ഞാൻ ഇത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ ചെയ്തോ, നിങ്ങൾക്ക് ചെയ്തു എന്ന് പറയാനുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സ്പേസിൽ വന്നപ്പോൾ എനിക്ക് കുറേ ഗുണം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ മേപ്പടിന് ശേഷം ഷഫീഖ് ചെയ്തപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എനിക്ക് എൻ്റെ വർക്കിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി ഓഫ് ഫിൽം മേക്കിങ്ങിൽ വരും. എനിക്കറിയാമോ ഇങ്ങനെയൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെയും ചെയ്യാം, നമ്മുടെ പടത്തിൽ ചെയ്യാം, അങ്ങനെയൊക്കെ. ഓക്കെ. ഇപ്പോ അതുപോലെ തന്നെ ബ്രോ ഡാഡിയിൽ ഒരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് കുറെ വിമർശനങ്ങളും പലയിടത്തായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, താങ്കൾക്ക് അതിൽ കൂടുതൽ എന്താ പറയുന്നത്, വളരെ ഒന്ന് രണ്ട് സീനുകളിൽ മാത്രം വന്നു പോയി എന്നുള്ള അല്ലെ? ഇപ്പൊ പക്ഷെ ഞാൻ അതിനെ നോക്കി കാണുന്നത്, ഇപ്പൊ താങ്കൾ ചെയ്ത ഇപ്പൊ സിനിമകൾ അല്ലെങ്കിൽ ഇപ്പോ ഒരു ഷോർട്ട് ഫിലിമില് ശബ്ദ സാന്നിധ്യം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഒരു വെബ് സീരീസ് പ്രൊമോഷനിൽ അല്ലേ, അത് ചെയ്തിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിക്കിപീഡിയയിൽ നോക്കിയപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. പക്ഷെ ഒരു വലിയ പടത്തിന്റെ ചെറിയ പാട്ടാവാനും അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിലും അതിലും ഒരു സാന്നിധ്യമാവാനും ഒക്കെ പ്രത്യേകിച്ച് മടികളൊന്നുമില്ല അല്ലെ? ഇത് തിരഞ്ഞെടുക്കുമ്പോ അത്ര അങ്ങനെ നോക്കാം. ഇതെല്ലാം നല്ലത്. ഇപ്പൊ എന്റെ നാരായണിക്ക് ഐ തിങ്ക് വാസ് ഗുഡ്. എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരു ഷോർട്ട് ഫിലിം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് ഗുഡ്. അപ്പോൾ അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് നന്നായിരുന്നു എൻ്റെ വിശ്വാസം. പിന്നെ ബ്രോ ഡാഡി പൃഥ്വി ഈസ് എ ഫ്രണ്ട്. ലാൽ സാറിനൊപ്പം നിൽക്കുക, അഭിനയിക്കുക. പിന്നെ എനിക്കറിയില്ല ഈ ലെങ്ത് ഓഫ് ദി റോൾ മാറ്റർ ചെയ്യുന്നു ഡെഫിനറ്റ്ലി. ഇപ്പോൾ ആൾക്കാർക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നവരും അതെ. പിന്നെ അത് സ്റ്റാർഡമുമായിട്ടും അല്ലെങ്കിൽ മറ്റേതുമായിട്ടൊക്കെ കൂട്ടിക്കുഴച്ച് അത് എന്തിനാണ് അങ്ങനെയെന്ന്, അത് എന്തിനാണെന്ന് ചോദിക്കാൻ പാടില്ല. എനിക്ക് തോന്നി ചെയ്യാൻ, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്തിനത് ചെയ്തു എന്ന് ചോദിക്കാൻ ആർക്കും അവകാശമില്ല. സത്യത്തിൽ ചെയ്തു, ദാറ്റ് ഈസ് എ തിങ്. പലരും ഇത് വലിയ കുറ്റമൊന്നുമില്ലല്ലോ. നല്ലൊരു സിനിമ, നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റിയ എനിക്കെൻ്റെ സൗഹൃദം എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുക. ദിസ് ഇസ് ഹൗ യു ഡു ഇറ്റ്. എത്രയോ ആൾക്കാർ ക്യാമിയോസ് ചെയ്യും, എത്രയോ. ഐ തിങ്ക് ഇറ്റ്സ് ഫെയർ. അതൊരു ന്യൂ കമറിന്റെ മൂവിയിലാണെങ്കിൽ പിന്നെന്താ, ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ചെയ്യും. നല്ല പാട്ടാണെങ്കിൽ. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഹാഫ് ഓഫ് മൈ കരിയർ ഈസ് ക്യാമിയോസ്. ഐ മീൻ എൻ്റെ എത്രയോ എൻ്റെ ഫോട്ടോ വരെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്കങ്ങനെ ഇൻസെക്യൂരിറ്റീസോ അല്ലെങ്കിൽ കൺസേൺസ് ഒന്നുമില്ല. ഇന്ന സിനിമയിൽ ഞാനൊരു ചെറിയ വേഷം ചെയ്താൽ ഞാൻ ചെറുതായി പോകാം, വലുതായി പോകാം, അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ല. ഞാൻ ആ രീതിയിൽ ചിന്തിക്കുന്ന ആളേ അല്ല. എനിക്ക് എന്നെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. എനിക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമകളെ കുറിച്ച് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. സോ ഓൾ ഓഫ് ദാറ്റ് ഈസ് ഇനഫ്. ഈ ബാക്കിയെല്ലാം വരുന്നത് പോകുന്നതൊക്കെ ഒരു പാഠമൊക്കെയാണ്. ഞാൻ എത്ര വലിയ വലിയ നടന്മാർ വലിയ സിനിമകൾ ചെറിയ വേഷം ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അതൊന്നും ഒരു മാറ്റർ ഓഫ് ഡിസ്കഷൻ പോലും ആവാൻ പാടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പൊ പൃഥ്വിയായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ മാമാങ്കം പോലെ ഒരു ഹിസ്റ്റോറിക്കൽ മൂവിയിൽ പാട്ടായിരുന്നു. ഇപ്പൊ കാളി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പൃഥ്വിരാജിന്റെ മൂവി വരുന്നുണ്ട്. അതൊരു വലിയ പാൻ ഇന്ത്യൻ മൂവി എന്ന് പറയാവുന്ന ഒരു മൂവിയാണ്. അപ്പോ അതിൽ പ്രതീക്ഷിക്കാമോ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഡിസ്കഷൻ ആ തരത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ല, അത് പൃഥ്വി ചെയ്യുന്ന സിനിമയാണ്. ഞാനതിൽ ഇൻവോൾവ് അല്ല. ബട്ട് ഐ റിയലി വിഷ് ദാറ്റ് മൂവി കംസ് ഔട്ട് റിയലി വെൽ. ബിക്കോസ് പൃഥ്വി ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ സിനിമയെ കുറിച്ച്. സോ പിന്നെ പുള്ളിയുടെ വിഷൻ വെച്ച് മലയാള സിനിമ എനിക്കൊന്ന് എത്രയോ വർഷം മുന്നേ ഉറുമിയിലൂടെ പുള്ളി അത് അറ്റംപ്റ്റ് ചെയ്തതാണ്. And I think it should be doing more of these films. They are tailor-made actor for bigger movies,
ബിഗർ റോൾസ്. ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരു നടൻ കൂടിയാണ്. അപ്പോൾ പൃഥ്വിരാജിനെ അങ്ങനെ കാണാൻ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം. ഇപ്പൊ ഉള്ള ആക്ടേഴ്സിൽ, നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആക്ടേഴ്സിൽ ശരിക്കും ഒരു പടം വരുമ്പോ ആരുടെ പടമാണെങ്കിലാണ് പെട്ടെന്ന് കാണാൻ തോന്നുന്നത്? അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്റെ ഏജ് ഗ്രൂപ്പിലല്ല, ആരും ആവാം. മമ്മൂക്ക ഒഴിച്ചു നിർത്തിയാൽ അതന്നെ ഞാൻ പൃഥ്വിരാജ് പടങ്ങളാണ് കാണാറ്. ഓക്കെ, ഇപ്പൊ ഇനി ഏതൊക്കെയാണ് വരാൻ പോകുന്ന മൂവീസ്? എന്റെ ജയരാജന്റെ പടങ്ങൾ റിലീസ് ആവുന്നുണ്ട്. പിന്നെ ഷഫീഖാണ് ഇപ്പോൾ മെയിനായിട്ട് നടക്കുന്നത്. ദിവ്യ പിള്ളയിൽ അഭിനയിക്കുന്നുണ്ട്. ആത്മീയ ന്യൂ കാസ്റ്റ്, ബാല ആൻഡ് മനോജ് കെ ജയൻ, റൊമാൻറ്റിക് കോമഡിയാണ്. ആൻഡ് തെലുങ്കുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്ന സിനിമ. ഷഫീഖിന്റെ സന്തോഷമാണ്. അപ്പോൾ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദുബായ് സ്കെഡ്യൂൾ ഷൂട്ട് ചെയ്യാറുണ്ട്. അനൗൺസ് ചെയ്ത ഒരു പടം മേജർ രവി സാറിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഒരു നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഒഫീഷ്യലി അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഞാനും മേജർ ഒരു പടം ചെയ്യുന്നുണ്ട്. ഞാൻ വിഷ്ണു മോഹൻ മേപ്പടി എന്ന ഡയറക്ടർ പടം ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ ഉണ്ട്. എന്റെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഷോർട്ട് ആൻഡ് പാഡ് ആയിരുന്നു അല്ലെങ്കിൽ ആണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോ നേരത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു മേജർ രവി സാറിന്റെ കൂടെ. അപ്പൊ എങ്ങനെയാണ് പിന്നീട് ആ സൗഹൃദം? അത് ചിലപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് സൗഹൃദങ്ങൾ പിണക്കത്തിൽ നിന്നൊക്കെയാണ് പിന്നീട് നല്ല സൗഹൃദങ്ങളായതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതാ പറഞ്ഞു, ഇപ്പൊ ലൈഫിൽ ഒരു 10 വർഷത്തിൽ ഉണ്ടായ പല സെൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, മെച്യൂരിറ്റി, ഇതൊക്കെ തന്നെയാണ്. അപ്പൊ എനിക്ക് നമ്മുടെ ലൈഫിലുണ്ടായ പല കാര്യം തിരുത്താനൊന്നും മടിയൊന്നുമില്ല. ലൈക്ക് ഞാൻ അങ്ങനെ പിണങ്ങിയിരിക്കുന്ന ആളോ അങ്ങനെ തന്നെ. പുള്ളിയും അങ്ങനെയാണ്. ഇപ്പൊ ഒരു എപ്പിസോഡ് ഉണ്ടായി ലൈഫ് ലോങ് ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് ഇറ്റ് ടു മൈ ഗ്രേവ്. അതുപോലെ ഇപ്പം രവിയേട്ടനായിട്ടുള്ള ഇഷ്യൂസ് മാത്രമല്ല, എനിക്ക് പലരുമായിട്ട് പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ടുഡേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ആരുമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല. ഞാൻ അറ്റ് പീസ്. അപ്പോൾ ഈ ചെറിയ ടൈമിൽ എനിക്ക് അങ്ങനത്തെ മാറ്റങ്ങളും ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. ബിക്കോസ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ പേര് വെച്ചിട്ട് പുള്ളീനെ കളിയാക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ആണ് കൂടുതൽ എനിക്ക് റീതിങ്ക് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ഫെയർ. ബിക്കോസ് പുള്ളിയുടെ ഐഡന്റിറ്റി ഉണ്ട്. പുള്ളി ഒരു സ്ട്രോങ് വോയിസ്ഡ് ആണ്. ഹി ഹാസ് ഹിസ് ഓൺ വേ ഓഫ് തിങ്സ്. അതും ഞാനുമായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് കൂട്ടി കുഴക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു പ്രായത്തിന്റെ ചില കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞു തിങ് ഓഫ് എ പാസ്റ്റ് മൂവ് ആയിട്ട്. ഓക്കെ, ഇപ്പോ ഈ ഒരു ചോദ്യം കൂടി എനിക്ക്, നമ്മൾ എപ്പോഴും താങ്കളുടെ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ കൂടുതലായിട്ടും നമ്മുടെ ഈ മസിലിനെ കുറിച്ചും ബോഡിയെ കുറിച്ചും ഒക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. താങ്കൾക്ക് അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടി വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ മേപ്പടിയാന്റെ കാര്യം പറഞ്ഞു, ഒരു ബോഡിയിൽ നമ്മൾ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വന്നു. അല്ലാതെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരു പടം ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ പ്രിപ്പറേഷൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് പേര് വളരെയധികം ഇപ്പോ മെത്തേഡ് ആക്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നു. ഈവൻ ഓഡിയൻസ് പോലും നമ്മുടെ വ്യൂവേഴ്സ് ഒക്കെ ആക്ടിങ്ങിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ അല്ലെങ്കിൽ കീറി മുറിച്ച് സംസാരിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അവർക്ക് എന്താ പറയാ, അപ്പൊ അങ്ങനത്തെ ഒരു ഓഡിയൻസും കൂടെ വരുമ്പോ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ പ്രിപ്പറേഷൻസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു ട്രേഡ് സീക്രട്ട് ആണ്, പറയുന്നില്ല. അത് അവിടെ തന്നെ കിടക്കട്ടെ. ഇപ്പോൾ എല്ലാവർക്കും പറഞ്ഞില്ലേ, എല്ലാവർക്കും എല്ലാത്തിനെ കുറിച്ച് അഭിപ്രായമുണ്ട്. സോ ലെറ്റ് ഇറ്റ് ബി ദ. ഞാൻ എൻ്റെതായ രീതിയിൽ എനിക്ക് പറ്റുന്ന പോലെ ഒരു ജസ്റ്റിസ് എൻ്റെ ക്യാരക്ടേഴ്സിലേക്ക് കൊണ്ടുവരാൻ നോക്കാറുണ്ട്. അതെങ്ങനെ എന്നത് ലെറ്റ് ഇറ്റ് ബി ദ. അത് ഉണ്ണി മുകുന്ദൻ എന്ത് ചെയ്യുന്നൊന്നും വലിയ വിഷയമല്ല. സിനിമ നന്നാവുന്നുണ്ടോ അല്ലെങ്കിൽ അതിൽ ഉണ്ണി നന്നായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ ചെയ്യുന്നു അത് വിഷയമല്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, മെത്തഡ് ആക്ടിങ്, നോൺ മെത്തഡ് ആക്ടിങ്, അത് ടു മച്ച് ഓഫ് ഡിസ്കഷൻ ആയിപ്പോയി. അപ്പൊ എനിക്കാണെങ്കിൽ ട്രെയിനിങ്, ഐ മീൻ ട്രെയിൻഡ് ആയിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രെയിനിങ്. ഇപ്പോൾ പല സിനിമകൾക്ക് മുമ്പ് നമുക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് പല ആക്ടേഴ്സിനും കിട്ടുന്നുണ്ട്. രണ്ട് ഒപ്പീനിയൻ ഉണ്ട്. ട്രെയിൻഡ് ആയാൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, റോ ആയി നിന്ന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ട്രെയിൻഡ് ആയ സമ്മൺ വിൽ ഇമ്പോസ് ഹിസ് റൂൾസ് ഓൺ യു സംവെയർ. അപ്പോൾ പക്ഷേ ആര് റൂൾസ് ഇമ്പോസ് ചെയ്യുന്നു അല്ലെങ്കിൽ ആര് നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നു ഇമ്പോർട്ടൻ്റ് ആയി മാറും. റോ ആയി നിർന്ന നിങ്ങളുടെ ഒരു റോനസ് ഭയങ്കര രസമായിരിക്കും കാണാം. അതാണ് ഫ്രഷ് ഫേസസിനെ സിനിമയിൽ കൊണ്ടുവരുമ്പോൾ പുതിയതായിട്ടൊരു എക്സ്പ്രഷൻ, പുതിയതായ ചിരി, ഇതൊക്കെ എൻജോയ് ചെയ്യുന്നത്. രണ്ടിനുണ്ടായ ഒരു ഇത്, നിങ്ങളുടെ കോൺഫിഡൻസ് എന്തിലാണ്? ക്യാൻ യു ബി റോ ആൻഡ് വൈൽഡ് ഓർ ഡു യു വോണ്ട് ടു ബി റിഫൈൻഡ് ആൻഡ് ഷാർപ്പ്? അതാണ്. ഉണ്ണി മുകുന്ദൻ എന്ന പ്രൊഡ്യൂസറെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ എന്താണ് ഒരു സ്ക്രിപ്റ്റ് കയ്യിലുള്ള ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും? മാനേജർ നമ്പർ ഉണ്ട് 9952222103. ആർക്ക് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. 9952222103. അപ്പൊ എന്തായാലും എല്ലാരും നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ അത് എങ്ങനെയാണ്, എന്താ പറയാ, താങ്കളും കൂടി നോക്കാറുണ്ട്? അതൊരു സ്കാനിങ് പ്രോസസ് ഉണ്ട് ഓബ്വിയസ്ലി. പിന്നെ ഞാൻ കഥയും മാത്രമല്ല നോക്കാറ്, എനിക്ക് ആളുടെ വൈബ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ഐ കനോട്ട് ഹാൻഡിൽ
ഈ തലക്കനുള്ള ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ ടാറ്റ ബൈ ബൈ ഹലോ ആയിരിക്കും. അത് ഓസ്കർ വിന്നിങ് സ്ക്രിപ്റ്റ് ആണെങ്കിലും നമ്മൾ കൈ കൊടുക്കില്ല. ഐ ലൈക്ക് സിമ്പിൾ നോർമൽ പീപ്പിൾ, പാഷനേറ്റ് ആയിരിക്കണം, ജെന്യുവൻ ആയിരിക്കണം, പിന്നെ അത്രയും മതി. ബിക്കോസ് ഞാൻ അതിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഐ എം ഓക്കെ വിത്ത് എ നോർമൽ ഗൈ വിത്ത് എ നോർമൽ സ്ക്രിപ്റ്റ്. ഐ കനോട്ട് ഹാൻഡിൽ എന്താ പറയുക, ഒരു വേറെ ഏതോ ലോകത്ത് നിന്ന് വരുന്ന എന്തൊക്കെയോ ചിന്തിക്കുന്ന ഒരു സൂപ്പർ നമ്മളത് മാറ്റി നിർത്തും. എൻ്റെ പോളിസി ഇതാണ്. ഇറ്റ് ഹാസ് വർക്ക് ഫോർ മീ. വിഷ്ണുമോഹൻ ഒരു സാധാരണ ഒരാളാണ്. അനൂപ് ആണെങ്കിലും ഐ തിങ്ക് കംസ് എ വെരി ഹംബിൾ ബാക്ക്ഗ്രൗണ്ട്, നോർമൽ ഫാമിലി. ഈ സിനിമകൾ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല, പക്ഷെ ഐ എം ഹാപ്പി. അപ്പോൾ എനിക്ക് എൻ്റെ പീസ് ഓഫ് മൈൻഡും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ രീതികളാണ് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. സോ സത്യസന്ധമായിട്ട് സിനിമ ചെയ്യാനും അല്ലെങ്കിൽ നല്ല സിനിമയുടെ ഭാഗമാവാൻ ആഗ്രഹമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പുള്ളി നിങ്ങൾക്ക് ഒരു ഇമെയിൽ അഡ്രസ് തരും. ഇത് ഉണ്ണിമൂന്നൻ വായിക്കും എന്ന് ഡെഫിനറ്റ്ലി ഞാൻ എല്ലാ സ്ക്രിപ്റ്റുകളും വായിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ധൈര്യമായിട്ട് അയക്കാം. ഓക്കെ, ഇപ്പൊ 12th മാനിലേക്ക് വരുമ്പോ എങ്ങനെയാണ് അതിലൊരു ക്യാരക്ടറിനെ? 12th മാൻ ഞാൻ ചെയ്തതിന്റെ മെയിൻ അട്രാക്ഷൻ ലാൽ സാറിന്റെ ഒപ്പം ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഒരു ഫുൾ ഫ്ലെജ് റോൾ ചെയ്യാനായിരുന്നു. പിന്നെ ആന്റണി ചേട്ടൻ്റെ ഒരു കൂടെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ജിത്തുബായുടെ ഒപ്പം. അങ്ങനെ നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂ. ഐ എം ഗ്ലാഡ് ദാറ്റ് ഈ സിനിമയ്ക്ക് ഇത്രയും പോസിറ്റീവ് ഫീഡ്ബാക്സ് കിട്ടുന്നുണ്ട്. ആൻഡ് നല്ലതാണ്. സോ ഐ എം ഹാപ്പി. നല്ലൊരു തുടക്കം, നല്ലൊരു സിനിമ. ഡിഫറെൻ്റ് ആയ ക്യാരക്ടറാണ്, സാധാരണ ഞാൻ ചെയ്യുന്ന ഒരു റോളല്ല. സോ അതിൻ്റെയൊക്കെ ഒരു രസമുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും സിനിമകളിൽ അഭിനയിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ കൂടെ ഒരു എനിക്ക് തോന്നുന്നു മമ്മൂക്കയും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തുടക്ക കാലത്ത്, അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും കൂടി ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് ഉപദ്രവിച്ചിട്ടില്ല. അതാണ് സപ്പോർട്ട്. ആരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല. അല്ലാതെ ഇപ്പോൾ ഒരു സിനിമയിൽ റെഫർ ചെയ്യാൻ, സിനിമ തരിക, അങ്ങനെയൊന്നും എൻ്റെ ലൈഫിലുണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പോൾ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അതാണ് സപ്പോർട്ട്. യു സി, ഒരു മോറലി യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയാം. എനിക്ക് അത്രയും സപ്പോർട്ട് മാത്രം മതി. അതർവൈസ് ഞാൻ ഒരാൾ ഇന്ന് റെഫർ ചെയ്തിട്ട് ഈ സിനിമ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ചെയ്തിട്ടില്ല. അത് മോശം എന്നൊന്നുമില്ല, ഇല്ലാത്ത കാര്യം നമ്മൾ എടുക്കണ്ടല്ലോ. അപ്പോൾ അതും കൂടി പറയണം. എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ നടന്മാർ എന്നോട് സംസാരിച്ചു, എന്നെ അവരുടെ വലിയ വലിയ സിനിമകൾ എന്നെ ക്ഷണിച്ചു, എനിക്ക് അഭിനയിക്കാൻ പറ്റി, അത് ആ സിനിമയ്ക്ക് ഗുണം ചെയ്തു, എൻ്റെ മൊറാൽ ബൂസ്റ്റ് ചെയ്തു. ഇതൊക്കെയാണ് എൻ്റെ സപ്പോർട്ട്. സോ അതർവൈസ് എന്നെ സംബന്ധിച്ച് എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ആക്ടേഴ്സും എല്ലാവരും എല്ലാവരുടെയും ഒരു സപ്പോർട്ടാണ്. എന്ന് വെച്ചാൽ യു ഗ്രോ വിത്ത് യുവർ റിയാക്ഷൻ. ഇപ്പോൾ നമ്മൾ നല്ലൊരു ആക്ടറെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നല്ല റിയാക്ഷൻസ് വരും, അതുണ്ട്. സോ യു ഷുഡ് ബി താങ്ക്ഫുൾ ദാറ്റ് ഇത്രയും നല്ല ആക്ടേഴ്സ് എൻ്റെ കൂടെ അഭിനയിച്ചു. അതാണ് എൻ്റെ വിജയം. ഇപ്പോൾ ചില സിനിമകളൊന്നും കാണില്ല, നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോൾ ഇതെന്താ ഇങ്ങനെയാണ്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, അത് ഒരു അങ്ങനെ ആയി പോവാണ്. നല്ല ആക്ടേഴ്സ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് അവരുടെ പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് തോന്നും ഞാൻ ഇനി നന്നാവാൻ ഇരിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഇപ്പൊ സംവിധാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ കൂടിയാണ്. എങ്ങനെ ഒരു സിനിമ ആയിരിക്കും ആദ്യം വരാം? എനിക്കറിയില്ല. എൻ്റെ ആഗ്രഹം നല്ലൊരു സിനിമയാണ്, നല്ല സിനിമ തന്നെ ആയിരിക്കും. പക്ഷെ ഇപ്പം തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ അതുകൊണ്ട് എന്താ പറയുക ടു മച്ച്, ബിക്കോസ് ലോങ് പ്രോസസ്സാണ്. അപ്പോൾ ഇപ്പം തന്നെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇത് കളയുന്നില്ല. ബട്ട് ഞാൻ ആഗ്രഹിച്ച ഒന്നിലധികം കാര്യങ്ങളിൽ ഇതും പെടും. അപ്പോൾ ഇനിയും വരും. ഇപ്പോൾ 10 വർഷങ്ങളായി. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ താങ്കൾ എന്ന നടനിലും അല്ലെങ്കിൽ ഈവൻ ഗായകനാണ്. ഇപ്പോൾ 4 സിനിമയിൽ കൂടുതൽ പാടിയിട്ടുണ്ടല്ലേ? 5-8 പാട്ട് പാടിയില്ലേ? അപ്പൊ അങ്ങനെയും നമുക്ക് പറയാം. ഇപ്പൊ പ്രൊഡ്യൂസറാണ്, അപ്പൊ ഇനി ഒരു ഭാവിയിലൊരു സംവിധായകനാണ്. അപ്പൊ എന്താണ് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഈ എല്ലാത്തിലും പെടുന്ന ഒരാളെന്ന് നിനക്ക് എന്താണ് പ്രേക്ഷകർ ഓഫർ ചെയ്യാനുള്ളത് ഇനി വരുന്ന വർഷങ്ങളിൽ? അല്ലെങ്കിൽ എന്താണ് അവർക്ക് താങ്കളിൽ പ്രതീക്ഷ അർപ്പിക്കാൻ വേണ്ടി എന്താണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഇതിൻ്റെ സത്യസന്ധമായ ചില അറ്റംപ്റ്റുകൾ ഉണ്ടാവും. ഡെഫിനറ്റ്ലി നല്ല സിനിമകൾ ചെയ്യാൻ തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പ്രോത്സാഹനം, സപ്പോർട്ട് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവണം. ഒരു നല്ല സിനിമ എടുക്കാൻ നോക്കും, അത്ര തന്നെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് നിമ. നൈസ് ടോക്കിംഗ് ടു യു. താങ്ക് യു.